നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ ഫോൺ, കെ റെയിൽ, കെ ബാങ്ക് അഥവാ കേരള ബാങ്ക് എന്നിങ്ങനെ കെ വസ്തുക്കളും സ്ഥാപനങ്ങളുമൊക്കെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പുതിയൊരു കെ ഉൽപ്പന്നത്തിൻ്റെ പേര് കൂടി വാർത്തകളിലേക്ക് എത്തിയിരിക്കുന്നത്. കെ റൈസ്. മുഴുവൻ പേര് ശബരി കെ റൈസ്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അരിയാണ് ശബരി കെ റൈസ്. ഈ അരി ഈ ആഴ്ച തന്നെ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഭക്ഷ്യവകുപ്പ് കരുതുന്നത്. 26 രൂപയും 29 രൂപയുമാണ് വില. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് എത്തിക്കുന്നതെന്ന് വ്യക്തം. കേന്ദ്രം 29 രൂപ നിരക്കിൽ എത്തിച്ച ഭാരത് റൈസ് കേരളത്തിലുൾപ്പെടെ വലിയ രീതിയിൽ സ്വീകരിച്ചതോടെയാണ് കേരള സർക്കാരും ആ രീതി സ്വീകരിച്ച് രംഗത്തെത്തിയത്. പക്ഷേ ഈ അരി വിതരണം ചെയ്യണമെങ്കിൽ കോൺഗ്രസ് സഹായിക്കണമെന്നുള്ളതാണ് അവസ്ഥ. കാരണം കെ റൈസിനായി തെലങ്കാനയിൽ നിന്ന് അരി എത്തിക്കാനാണ് സർക്കാർ ആദ്യം ശ്രമിച്ചിരുന്നത്. എന്നാൽ തെലങ്കാന കൃഷി വകുപ്പ് അരിക്ക് വിലയിട്ടത് 30-35 രൂപയായിരുന്നു. ഇതിൻ്റെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരളം തെലങ്കാന സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാർ വില കുറയ്ക്കാനുള്ള തീരുമാനം എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. തെലങ്കാന സർക്കാരിൻ്റെ തീരുമാനം വരുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കെ റൈസ് വിതരണം മുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി കെ റൈസുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ടെൻഡർ പ്രകാരം 4 ഇനം അരി എത്തിക്കുവാൻ വിതരണക്കാരും തയ്യാറായിട്ടുണ്ട്. അതിൽ 2 ഇനം 5 കിലോ പാക്കറ്റുകളിലാക്കി ശബരി കെ റൈസ് എന്ന പേരിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കാനാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. എങ്ങനെയെങ്കിലും കെ റൈസ് കേരളത്തിലെത്തിയാൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് മേൽക്കൈ നൽകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ തെലങ്കാനയിൽ നിന്ന് 25-26 രൂപയ്ക്കെങ്കിലും അരി എത്തേണ്ടി വരും. അവിടുത്തെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ ഇടതു സർക്കാരിന് അരി വില കുറച്ചു നൽകിയില്ലെങ്കിൽ ഇടതുപക്ഷ പ്രതീക്ഷകൾ അവതാളത്തിലാകുമെന്ന് സാരം. ഒരു കാർഡിന് 2 പാക്കറ്റുകളാണ് കേരള സർക്കാർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 10 കിലോ അരി. പച്ചരി 26 രൂപയ്ക്കും കർണാടക ജയ അരി 29 രൂപയ്ക്കും 5 കിലോ പാക്കറ്റുകളാക്കിയാണ് വിൽക്കുന്നത്. അരി വാങ്ങണമെങ്കിൽ റേഷൻ കാർഡും വേണം. എന്നാൽ ഭാരത് അരിക്ക് റേഷൻ കാർഡ് വേണ്ട.